കാലത്ത് തന്നെ മുറ്റമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വി.ഡി. സതീശൻ്റെ സത്യപ്രതിജ്ഞ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പപ്പ. അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ എസക്കുട്ടീനെ ഞാനാണ് കേട്ടോ ഉറക്കി കിടത്തിയത് തൊട്ടിയിൽ. അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ നല്ല പഴച്ചക്കയുടെ ചുളയൊക്കെ പറിച്ചിട്ട് അമ്മ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. തീ പൂട്ടി വെച്ചിട്ടുണ്ട്. തീയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പള്ളിയിലൊരു പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുകയായിരുന്നു. എസക്കുട്ടി ഉറങ്ങിയതല്ലേന്ന് കരുതിയിട്ട് എല്ലായിടത്തൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കലും അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മാർത്തിരുന്നിട്ട് ഒരാൾ പഴുത്ത മാങ്ങ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാണ് കേട്ടോ. വേറെ ആരുമല്ല, എൻ്റെ പപ്പ തന്നെയാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എസക്കുട്ടി തൊട്ടിയിൽ ഉണർന്ന് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ തൊട്ടിയിൽ കിടന്ന് കളിച്ച് കരഞ്ഞതിന് ശേഷമാണ് പിന്നെ തൊട്ടിയിൽ നിന്ന് എടുക്കുകയുള്ളൂ അവളെന്നെ. ഇവളുടെ പപ്പയും അമ്മയ്ക്ക് ജോലിക്ക് പോയേക്കാണ് കേട്ടോ. അമ്മാമ്മയാണെങ്കിൽ പള്ളിയിലേക്കും പോയേക്കാണ്. ഇവിടെ വേറെ ആരും ഇല്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പപ്പ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എസക്കുട്ടി വിഷമത്തോടെ നോക്കിയിരിക്കുന്നത് അതാണ്. അപ്പം പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ അടുക്കളയിൽ ചെന്നിട്ട് തീ നീക്കി കൊടുത്തുട്ടാ. കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കത്തിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വേഗം നീക്കി കൊടുത്ത് കത്തിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ആരില്ലാത്തതുകൊണ്ട് എസക്കുട്ടീനെ അവിടെ കിടത്തിയിട്ട് ഞാനും കുറച്ച് നേരം അവളെ ഇരുന്ന് കളിപ്പിച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ജോക്കും കൂടി വന്നു. ജോക്കും എസക്കുട്ടിയുടെ ചേട്ടനാണ്. അപ്പോൾ ആങ്ങളെയും പെങ്ങളും കൂടിയിട്ട് കട്ടുമ്മ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുപ്പിയും കുടിച്ചുകൊണ്ട് ജോക്ക് എന്തോ ഒരു വലിയ ആലോചനയിലാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എസക്കുട്ടീനെ വാക്കറിൽ ഇരുത്തിയിട്ട് കുഞ്ഞിനെ ഏൽപ്പിച്ച് കൊടുത്തു കേട്ടോ. അവർ രണ്ടാളും കൂടി നല്ല കളിയിലാണ്. എനിക്ക് കുളിക്കാനൊക്കെ പോകാനായിട്ട് കാലുമത്തെ ബാൻഡ് ഊരാനായിട്ട് കുഞ്ഞിനെ എന്നിട്ട് ഏൽപ്പിച്ചത്. പക്ഷേ കുഞ്ഞിനെ അത് ഊരാൻ പറ്റാത്തതുകൊണ്ട് അവസാനം ഞാൻ തന്നെ ഊരി എടുക്കേണ്ടതായിട്ട് വന്നു. നല്ല പശ കൂടുതലുള്ളതുകൊണ്ട് അവന് ഊരാൻ പറ്റിയില്ല. അമ്മ കറിയൊന്നും വെക്കാണ്ടാണ് പോയത്. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡും പിന്നെ മീൻകറി ചാളക്കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയി വന്നപ്പോഴും അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മൂപ്പര് ഫ്രിഡ്ജിലിരുന്നിരുന്ന മീനൊക്കെ വറുത്ത് ചോറ് തിന്നാനുള്ള പരിപാടിയിലാണ്. അമ്മ വന്നു കഴിഞ്ഞ് കൂട്ടാൻ പണി തുടങ്ങിയപ്പോൾ പിള്ളേരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ മുടി സംരക്ഷണത്തിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ അമ്മ വന്ന് നല്ല മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കരിമീനും വറുത്തിട്ടുണ്ടായിരുന്നു. അത് കൂട്ടി ഞാൻ വയറ് നിറച്ചിട്ട് അങ്ങോട്ട് ചോറ് തിന്നു. ചന്ദ്രലേഖ സിനിമയും ഉണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ജോക്കുവിന് കഷ്ടപ്പെട്ട് മീൻ നുള്ളി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞനാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അമ്മ ചക്ക അടുപ്പിലിട്ടിട്ട് വെരുകുന്നുണ്ട്, ശർക്കരയൊക്കെ ഇട്ടിട്ട്. കുളിക്കാൻ വേണ്ടി മേലത്തെ റൂമിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട അങ്കാണ് നിങ്ങൾ ഈ കാണുന്നത്. പിള്ളേരെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വിശാലമായ ഒരു കുളിയും പാസ്സാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കി പെറുക്കി വെക്കാനായിട്ട് നിന്നു. താഴെ കിടന്നിടത്തൊക്കെ ആദ്യം കട്ടുമ്മയ്ക്ക് എടുത്തിട്ട് പിന്നെ അതൊക്കെ പതിയെ മടക്കി വെച്ചു കൂട്ടാം. അത് കഴിഞ്ഞ് ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ടുണ്ട്. അവിടുന്ന് താഴെ വന്ന് എനിക്ക് ബാൻഡ് ഇട്ടതായി ജോക്കു എന്ന് പറഞ്ഞപ്പോൾ അവൻ ബാൻഡ് ഇട്ട് തരികയാണ് കേട്ടോ. അവസാനം ഞാൻ തന്നെ അത് ഇട്ടിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനി കുറച്ച് നേരം റെസ്റ്റിൻ്റെ സമയമാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.